Today we are going to discuss about the division algorithm. Okay, so before stating the theorem, let us explain it with the help of an example. Here we have to divide 15 by 2. Okay, നമുക്ക് എന്ത് ചെയ്യണം? 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ലോങ് ഡിവിഷൻ അറിയുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മൾ 15നെ 2 കൊണ്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? 15 by 2 ചെയ്യും. എത്ര ടൈംസ് ആണ്? 7 times 14 എന്ത് വരും? 1 എന്ന് അടിയിൽ വരും. ഇതിൽ നമ്മൾ എന്താ പറയുക, ഈ 15നെ നമ്മൾ എന്ത് വിളിക്കും? നിങ്ങൾക്ക് അറിയുന്നതാണ്, 15നെ നമ്മൾ ഡിവിഡൻറ്റ് എന്ന് പറയാറുണ്ട്. ഈ 2നെ നമ്മൾ ഡിവൈസർ എന്ന് പറയാറുണ്ട്. 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2നെ ഡിവൈസർ എന്നും 15നെ ഡിവിഡൻറ്റ് എന്നും പറയാറുണ്ട്. ഇനി അതേപോലെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന 7നെ നമ്മൾ കോഷ്യൻ്റ് എന്നും താഴെ വരുന്ന 1നെ റിമൈൻഡർ എന്നും വിളിക്കാറുണ്ട് അല്ലേ? ഓക്കെ, ഇനി 15നെ നമുക്ക് എന്തെഴുതാൻ പറ്റും? 15നെ നമുക്ക് 2 × 7 + 1 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ? 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റായിട്ട് 7ഉം റിമൈൻഡറായിട്ട് 1ഉം ലഭിക്കുന്നു. ആ 15നെ നമുക്ക് എന്തെഴുതാൻ പറ്റും? 2 × 7 + 1 എന്ന രീതിയിൽ അതിനെ സ്പ്ലിറ്റ് ഒരു ഇക്വേഷനായിട്ട് എഴുതാനും പറ്റും. ഓക്കെ, ഡിവിഷൻ അൽഗോരിതം തിയറം പറയുന്നത്, ലെറ്റ് എ ബി എനി ഇൻറ്റീജർ ആൻഡ് ബി എ പോസിറ്റീവ് ഇൻറ്റീജർ. Then there exist unique integers q and r such that a equal to bq plus r where 0 less than or equal to r less than b. ഓക്കെ, എന്താണ് തിയറത്തിൽ പറയുന്നത്? പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റീജർ ആണ്. ബി എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. എ ഒരു ഇൻറ്റീജറും ബി ഒരു പോസിറ്റീവ് ഇൻറ്റീജറും ആണ്. അങ്ങനെയാണെങ്കിൽ യുണീക്ക് ഇൻറ്റീജേഴ്സ് ക്യൂ ആൻഡ് ആർ എക്സിസ്റ്റ് ചെയ്യും. യുണീക്ക് ഇൻറ്റീജേഴ്സ് ക്യൂ ആൻഡ് ആർ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എങ്ങനെ? എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അവിടെ വേർ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി ആയിരിക്കും. ഓക്കെ, ഇതന്നെയായിരുന്നു നേരത്തെ എക്സാമ്പിളിലും ഉണ്ടായിരുന്നത്. അവിടെ എയുടെ സ്ഥലത്ത് എന്തായിരുന്നു? 15 ആയിരുന്നു. ബിയുടെ സ്ഥലത്തോ? ബീൻ്റെ സ്ഥലത്ത് അവിടെ 2 ആയിരുന്നു. ക്യൂ ആയിട്ടുണ്ടായിരുന്നത് അവിടെ 7ഉം അതേപോലെ ആർ ആയിട്ടുണ്ടായിരുന്നത് അവിടെ 1ഉം ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എങ്ങനെ എഴുതി? 15 ഈക്വൽ ടു എന്തെഴുതി? 2 × 7 + 1 എന്നെഴുതി അല്ലേ? എ ഇസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്നുള്ള രീതിയിൽ എഴുതി. ഇനി എന്താ അവിടെ ഒരു കണ്ടീഷനും കൂടിയും പറയുന്നുണ്ട്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി അല്ലേ? അവിടെ നമുക്ക് ആർ എന്തായിരുന്നു? ആർ ഈക്വൽ ടു 1 ആയിരുന്നു. 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ എന്തെഴുതാം? ബി എന്താണ്? അവിടെ 2 ആയിരുന്നു. ലെസ് ദാൻ 2 എന്നെഴുതാം അല്ലേ? നമുക്ക് ഈ തിയറി എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് എന്താ തിയറത്തിൽ തന്നിട്ടുള്ളത്? എ ബി എന്ന് പറഞ്ഞ ഇൻറ്റീജറും ബി എന്ന് പറയുന്ന പോസിറ്റീവ് ഇൻറ്റീജറും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ക്യൂ ആൻഡ് ആർ എന്ന് പറയുന്ന ഇൻറ്റീജേഴ്സ് എക്സിസ്റ്റ് ചെയ്യും ഈ എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. അവിടെ എന്താണ്? ഈ ക്യൂവും ആറും എന്താണ്? യുണീക്കാണ്. ക്യൂവും ആറും എന്താണ് പറഞ്ഞിട്ടുണ്ട്? യുണീക്കാണ്. അതായത് എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരേ ഒരു ക്യൂവും ഒരേ ഒരു ആറും ഉള്ളൂ. ഓക്കെ, അതാണ് യുണീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്യൂവും ഒരു ആറും മാത്രമേ ഉണ്ടാവുള്ളൂ. ക്യൂ ആണ് യുണീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പ്രൂഫിൽ നമ്മൾ 2 പാർട്ടായിട്ടാണ് പ്രൂഫ് ചെയ്യുന്നത്. ഒന്ന് എക്സിസ്റ്റൻസ് പ്രൂഫും രണ്ടാമത്തേത് യുണീക്ക്നെസ് പ്രൂഫും. അതായത് ഇവിടെ എക്സിസ്റ്റൻസ് പ്രൂഫ് പറയുമ്പോൾ അതായത് ഇങ്ങനെ 2 ഇൻറ്റീജേഴ്സ് ക്യൂ ആൻഡ് ആർ എന്ന് പറയുന്ന 2 ഇൻറ്റീജേഴ്സ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ ഇതിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ ഇൻറ്റീജേഴ്സ് യുണീക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രൂഫിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ എന്ത് കാണിക്കും? ഈ ക്യൂവും ആറും യുണീക്കാണെന്നും കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് ഒന്ന് പോവാം. എക്സിസ്റ്റൻസ് പ്രൂഫ്. ഓക്കെ, so consider the set
S is equal to set of all a minus bn such that n element of z and a minus bn greater than or equal to 0. ഓക്കെ, നമ്മളൊരു സെറ്റ് എസ് കൺസ്ട്രക്റ്റ് ചെയ്യണം. ഓക്കെ, ആ എസ്സത്തെ എലമെൻറ്റ്സ് ഒക്കെ എന്ത് ഫോമിലാണുള്ളത്? എസ്സിലെ എലമെൻറ്റ്സ് എല്ലാം എ മൈനസ് ബി എൻ എന്നുള്ള ഫോമിലാണ്. അവിടെ എൻ എന്താണ്? എൻ എലമെൻ്റ് ഓഫ് സെഡ് ആണ്. അതായത് എൻ ഈസ് ആൻ ഇൻറ്റീജർ. എൻ എന്താണ്? ഒരു ഇൻറ്റീജർ ആണ്. ആൻഡ് എ മൈനസ് ബി എൻ എന്താവണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. എ മൈനസ് ബി എൻ എന്ന ഫോമിൽ കിടക്കുന്ന എലമെൻറ്റ്സ് ആണ് ഈ എസ്സിലുള്ള മെമ്പേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലിയർലി എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡബ്ല്യു. ഓക്കെ, ഇവിടെ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് പറഞ്ഞാൽ ആരൊക്കെയാണ്? 0, 1, 2, 3 എക്സെട്ര. 0 മുതലുള്ള നമ്പേഴ്സ്, 0, 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന നമ്പേഴ്സാണ് ഈ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എസ് ഈ ഹോൾ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എസ് ഡബ്ല്യുവിൻ്റെ സബ്സെറ്റ് ആവുന്നത്? ഇവിടെ നോക്കൂ, എ എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്? എ ഇസ് ആൻ ഇൻറ്റീജർ. എ എന്താണ്? ഇൻറ്റീജറാണ്. ബിയും എന്താണ്? ഒരു ഇൻറ്റീജറാണ്. അപ്പോൾ എയും ഇൻറ്റീജറാണ്, ബിയും ഇൻറ്റീജറാണ്. പിന്നെ ഇവിടെ എന്താണ്? എന്നും എന്താണ്? എൻ എലമെൻറ്റ് ഓഫ് സെഡ് ആണ്. അപ്പോൾ എന്നും എന്താണ്? ഒരു ഇൻറ്റീജറാണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്നും എന്താവും? ആയിരിക്കും, അതും ഒരു ഇൻറ്റീജർ ആയിരിക്കും. പിന്നെ എന്തും തന്നിട്ടുണ്ട്? എ മൈനസ് ബി എൻ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എ മൈനസ് ബി എൻ എന്താവില്ല? ഒരു നെഗറ്റീവ് ഇൻറ്റീജർ ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ എ മൈനസ് ബി എന്നുകളുടെ കളക്ഷനാണ്. അപ്പോൾ എസ് എന്തായിരിക്കും? ഡബ്ല്യു, സെറ്റ് ഓഫ് ആൾ ഹോൾ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത്, നമ്മൾ കൺസിഡർ ചെയ്ത ഈ സെറ്റ് എസ് ഉണ്ടല്ലോ, ഈ സെറ്റ് എസ് കണ്ടെയ്ൻസ് എ ലീസ്റ്റ് എലമെൻ്റ് എന്നാണ്. അതായത് ഈ സെറ്റ് എസ്സിലെ എലമെൻറ്റ്സ് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും ചെറുത് എന്ന് പറയാവുന്ന ഒരു എലമെൻറ്റ് അതിലുണ്ടാവും. കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും കാണിക്കുന്നത് വെച്ചാൽ എസ് ഒരു നോൺ എം ടി സബ്സെറ്റ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എസ് എം ടി അല്ല എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എസ്സിൽ ഒരു എലമെൻ്റ് ഉണ്ട് എന്ന് കാണിച്ചാൽ മതി, അല്ലേ? കേസ് 1. In case 1, suppose that a is greater than or equal to 0. Then we can write a as a equal to a minus b into 0. ഇവിടെ നോക്കൂ, ഇവിടെ എ എന്ത് ഫോമിലാണ് എടുക്കുന്നത്? എ ഈക്വൽ ടു സം എ മൈനസ് ബി എൻ എന്നുള്ള ഫോമിലാണ് അല്ലേ? ഇവിടെ എന്നിൻ്റെ സ്ഥലത്ത് എന്താണ് ഇവിടെ ഉള്ളത്? 0 ആണ്. ഇവിടെ എൻ്റെ സ്ഥലത്ത് ഇവിടെ ഉള്ളത് എന്താണ്? 0 ആണ്. അപ്പോൾ ഇതെന്താ? എ മൈനസ് ബി എന്നുള്ള ഫോമിലാണ്. നമുക്ക് എന്തറിയാം? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ ഈ എ മൈനസ് ബി ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എ ആൻഡ് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യുമാണ്. അതായത് ഈ എ എസ്സിലെ എലമെൻസിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്, അല്ലേ? ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എ മൈനസ് ബി എൻ ആൻഡ് എ മൈനസ് ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് വെൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എ ഇറ്റ് സെൽഫ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് എസ്. ദാറ്റ് ഈസ് എസ് കണ്ടെയ്ൻസ് ആൻ എലമെൻറ്റ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ എ എന്താണ്? എസ്സിലെ എലമെൻ്റ് ആണ്. ദെർഫോർ എസ് എന്തല്ല? നോൺ എം ടി അല്ല. ഓക്കെ, നൗ കേസ് 2. Case 2, we consider that a is less than 0. Okay, and we know that b is an element of z plus, that is b is a positive integer. Now b ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ് പറഞ്ഞാൽ b is obviously greater than or equal to 1, അല്ലേ? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3 എക്സെട്ര എന്നുള്ളതാണ്. 0 പോസിറ്റീവ് ഇൻറ്റീജർ ആണോ? അല്ല, 0നെ നമ്മൾ പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ പറയില്ല, അല്ലേ? അപ്പോൾ പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ ബി എന്താവും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നെഴുതാം. ഇനി ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുണ്ടല്ലേ? ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ മൈനസ് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ വിത്ത് മൈനസ് എ. ബോത്ത് സൈഡിലും മൈനസ് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതെന്താവും? മൈനസ് എ ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ എന്ന് കിട്ടും. ഓക്കെ, മൈനസ് ബി എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ എന്ന് കിട്ടി. ഇനി ഈ രണ്ട് സൈഡിലും, ഈ ഇനീക്വാലിറ്റീൻ്റെ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? പ്ലസ് എ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും? എ മൈനസ്
ഇവിടെ എന്തുണ്ട് മൈനസ് എ ബി ഓൾറെഡി ഉണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എന്താണ് മൈനസ് എ പ്ലസ് എ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെന്തായി എ മൈനസ് ഈ എ ബിനെ ബി എ എന്ന് എഴുതി. ഓക്കെ, എ മൈനസ് ബി എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ പ്ലസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടി എ മൈനസ് ബി എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ എ മൈനസ് ബി എ നോക്കൂ, ഇതേത് ഫോമുല കിടക്കുന്നത് എ മൈനസ് ബി എൻ എന്നുള്ള ഫോമുല ആണ് അല്ലേ. ഇവിടെ എന്നിൻ്റെ സ്ഥലത്ത് എന്താണ് എ ആണ് അല്ലേ, എന്നിൻ്റെ സ്ഥലത്ത് എന്താണ് എ ആണ്. എൻ എന്താ നമ്മൾ പറയുന്നത് എൻ ഇസ് ആൻ ഇൻറ്റീജർ. എ എന്താണ് നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് എ ഇസ് ആൻ ഇൻറ്റീജർ. അപ്പോൾ എയും എന്താണ് എ ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ എ മൈനസ് ബി എ എന്ത് ഫോമിലാണ് എ മൈനസ് ബി എൻ വേർ എൻ എലമെൻറ്റ് ഓഫ് സെഡ് എന്നുള്ള ഫോമിലാണ്. ഇനി എസ്ത്തെ എലമെൻറ്റ് വേറൊരു കണ്ടീഷൻ എന്തായിരുന്നു ഈ എ മൈനസ് ബി എൻ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണമായിരുന്നു. ഇവിടെ നമുക്ക് എന്ത് കിട്ടി എ മൈനസ് ബി എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം എ മൈനസ് ബി എ ഇസ് ആൻ എലമെൻറ്റ് ഓഫ് എസ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് എസ് ഈസ് നോൺ എം ടി. അപ്പോൾ എ ലെസ് ദാൻ 0 ആകുമ്പോഴും നമുക്ക് എസ്സിലൊരു എലമെൻറ്റ് ഉണ്ട് എന്ന് കിട്ടുന്നുണ്ട്. സോ ഇൻ ഫോർ ബോത്ത് കേസസ് വെൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എ ലെസ് ദാൻ 0 എസ് കണ്ടെയ്ൻസ് ആൻ എലമെൻറ്റ്. therefore S is a non-empty subset of W. Therefore by well ordering principle S contains a least element and we call this least element as R. ഓക്കെ, അപ്പോൾ എന്താണ് വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ? വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പറയുന്നത് എവരി നോൺ എം ടി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഹാസ് എ ലീസ്റ്റ് എലമെൻറ്റ്. എന്താണ് ഏതൊരു നോൺ എം ടി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവും ഒരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത് നമ്മൾ എസ് പറയുന്ന സെറ്റ് എന്താണ് സെറ്റ് ഓഫ് ആൾ എ മൈനസ് ബി എൻ ആണ്. എൻ എലമെൻറ്റ് ഓഫ് ഇസഡ് ആണ് ആൻഡ് എ മൈനസ് ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇതാണ് നമ്മളെ സെറ്റ് എസ് അല്ലേ. ഈ സെറ്റ് എന്താണ് നോൺ എം ടി ആണ് എന്ന് നമ്മൾ കാണിച്ചു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ എ ഇൻറ്റീജറാണ് ബി ഇൻറ്റീജറാണ് എൻ ഇൻറ്റീജറാണ്. അതുകൊണ്ട് തന്നെ ഈ എ മൈനസ് ബി എൻ എന്താണ് ഒരു ഇൻറ്റീജർ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷനാണിത് ആൻഡ് എ മൈനസ് ബി എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ എസ് എന്ന് പറയുന്നത് എന്താണ് ഒരു നോൺ എം ടി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. എന്താണ് ഒരു നോൺ എം ടി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. therefore by well ordering principle നമുക്ക് എന്ത് പറയാം എസ്സിൽ ഒരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടാവും എന്ന് പറയാം. എസ്സിൽ ഒരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടാവും ആൻഡ് ദാറ്റ് ലീസ്റ്റ് എലമെൻ്റ് ഓഫ് എസ് വി കൺസിഡർ ഇറ്റ് ആസ് ആർ. ഓക്കെ, now R is the least element of S. So R is an element of S. Now we know that every element of S is of the form A minus Bn അല്ലേ, വേർ എൻ ഇസ് ആൻ ഇൻറ്റീജർ. ഈ ഫോമിലാണ് എസ്സിലെ എല്ലാ എലമെൻസും ഉള്ളത്. അപ്പോൾ ആറ് എസ്സിലുള്ള എലമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആറിനെയും ഈ ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ അതിന് സോ ദർ എക്സിസ്റ്റ് ഇൻ ഇൻറ്റീജർ ക്യൂ. അതുകൊണ്ട് അവിടെ ഒരു ഇൻറ്റീജർ ക്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. സച്ച് ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ക്യൂ ആൻഡ് നമ്മൾ പറഞ്ഞു എസ്സത്തെ എല്ലാ എലമെൻസും എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ ഈ ആറും എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ നോക്കൂ ഇവിടെ നമുക്ക് എന്ത് കിട്ടി ആർ ഈക്വൽ ടു എ മൈനസ് ബി ക്യൂ. ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് കിട്ടി അല്ലേ. എ ഇസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് കിട്ടി. അതായത് ക്യൂ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആർ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് കിട്ടി ആൻഡ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും കിട്ടി. നമുക്ക് എന്തായിരുന്നു കാണിക്കേണ്ടത് രണ്ട് ഇൻറ്റിജേഴ്സ് ക്യൂ ആൻഡ് ആർ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. അപ്പോൾ നമുക്ക് എവിടെ വരെ കിട്ടി 0 ലെസ് എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആറിന് കിട്ടി, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആറിന് കിട്ടി. ഇനി നമുക്ക് ഈ പാർട്ടും കൂടിയും കാണിക്കണം ആർ ലെസ് ദാൻ ബി എന്നുകൂടി കാണിക്കണം. ഇത് നമ്മൾ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് ആർ ലെസ് ദാൻ ബി ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യും, ദാറ്റ് ഈസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആയാൽ ഇതിൽ ഈ ബീനെ ഇനീക്വാലിറ്റിൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്താ എഴുതാം ആർ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി ആർ മൈനസ് ബി ഗ്രേറ്റർ ദാൻ
ആർ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആർ മൈനസ് ബി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ആർ ഈക്വൽ ടു നമുക്കറിയാം എ മൈനസ് ബി ക്യൂ ആണ്. അപ്പോൾ അതിന് പകരം എ മൈനസ് ബി ക്യൂ എന്നെഴുതി മൈനസ് ഇ ബി. ഇനി ഇതിൽ ദിസ് ഇസ് ഈക്വൽ ടു എ, ഇവിടെ മൈനസ് ബി രണ്ടിലും കോമൺ ഉണ്ട്, അപ്പോൾ അതിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. മൈനസ് ബീനെ പുറത്തേക്ക് എടുത്തു, അപ്പോൾ എന്തെഴുതാം? ഇൻ ക്യൂ പ്ലസ് 1. അപ്പോൾ ആർ മൈനസ് ബി ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു ക്യൂ പ്ലസ് 1 എന്നെഴുതാം. ഇനി ഇവിടെ നോക്കൂ, ഈ എ മൈനസ് ബി ക്യൂ പ്ലസ് 1 ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എ മൈനസ് ബി എൻ അല്ലേ. ഇവിടെ എന്നിൻ്റെ പകരം എന്താണ് ഇവിടെ ഉള്ളത്? ക്യൂ പ്ലസ് 1 ആണ്. എന്നിൻ്റെ സ്ഥലത്ത് അവിടെ എന്താണ്? ക്യൂ പ്ലസ് 1 ആണ്. ക്യൂ ഇൻറ്റിജർ ആണ്, അതുകൊണ്ട് തന്നെ ക്യൂ പ്ലസ് 1 എന്താവും? ഒരു ഇൻറ്റിജർ ആവും. ആൻഡ് ആൾസോ എ മൈനസ് ബി ഇൻറ്റു ക്യൂ പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഇത് എസ്ത്തെ എലമെൻറ്റിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് എ മൈനസ് ബി ഇൻറ്റു ക്യൂ പ്ലസ് 1 ഇസ് ആൻ എലമെൻറ്റ് ഓഫ് എസ് എന്ന് കിട്ടും അല്ലേ. അതായത് എ മൈനസ് ബി ഇൻറ്റു ക്യൂ പ്ലസ് 1 എന്തായിരുന്നു? ആർ മൈനസ് ബി. സോ ആർ മൈനസ് ബി is equal to a minus b into q plus 1 and that is an element of S. That is r minus b is an element of S. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? r minus b എസ്സിലെ എലമെൻ്റ് ആണ് എന്ന് കിട്ടി. ഇനി ബി എന്തായിരുന്നു? പോസിറ്റീവ് ഇൻറ്റിജർ ആണല്ലേ. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ആർ മൈനസ് ബി എന്തായാലും എന്തായിരിക്കും? ആറിനേക്കാളും ചെറുതാവും അല്ലേ. ബി ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അപ്പോൾ ആറിൽ നിന്നും ബി കുറച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അതെന്തായാലും ലെസ് ദാൻ ആറായിരിക്കും. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ആർ മൈനസ് ബി ആറിനേക്കാളും ചെറുതാണ്. ആൻഡ് ഈ ആർ മൈനസ് ബി എന്താണ്? ഇറ്റ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എസ് എന്ന് കിട്ടി. പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് എന്തായിരുന്നു? ആർ ആസ് ദ ലീസ്റ്റ് എലമെൻറ്റ് ഓഫ് എസ് ആയിരുന്നു അല്ലേ. ആറിന് നമ്മൾ എന്തായിട്ടായിരുന്നു ചൂസ് ചെയ്തത്? എസ്സിലെ ലീസ്റ്റ് എലമെൻ്റ് ആയിട്ടായിരുന്നു ചൂസ് ചെയ്തത്. അപ്പോൾ എസ്സിലെ ഏറ്റവും ചെറിയ എലമെൻ്റ് ആണ് ആറ്. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ ആർ മൈനസ് ബി, ആറിനേക്കാളും ചെറിയ ഒരു നമ്പർ ആർ മൈനസ് ബിയും എസ്സിലെ എലമെൻ്റ് ആണ് എന്ന് കിട്ടി. ഇത് ഒരു കോൺട്രഡിക്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം നമ്മൾ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് കൺസിഡർ ചെയ്തതുകൊണ്ടാണ്. Therefore അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് therefore r is less than b. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? there exist integers q and r such that a equal to bq plus r where 0 less than or equal to r less than b എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ എക്സിസ്റ്റൻസ് പാർട്ട് ഓഫ് ദ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇങ്ങനെ രണ്ട് ഇൻറ്റിജേഴ്സ് ക്യൂവും ആറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി എന്ന രീതിയിൽ രണ്ട് ഇൻറ്റിജേഴ്സ് ക്യൂവും ആറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ യുണീക്നെസ് പാർട്ടിലേക്ക് പോകാം. യുണീക്നെസ് പാർട്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഒരൊറ്റ ക്യൂവും ഒരൊറ്റ ആറും ഉള്ളൂ എന്നാണ് നമ്മൾ യുണീക്നെസ് പാർട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സപ്പോസ് ദർ ആർ ഇൻറ്റിജേഴ്സ് ക്യൂ, ക്യൂ ഡാഷ്, ആർ ആൻഡ് ആർ ഡാഷ്. അപ്പോൾ ഒരൊറ്റ ക്യൂവും ആറും അല്ല, അപ്പോൾ അവരൊരു ക്യൂ ഡാഷും ഉണ്ട് ആർ ഡാഷും ഉണ്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി എന്ന് എഴുതാം. ആൻഡ് എ ഈക്വൽ ടു ബി ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ഡാഷ് ലെസ് ദാൻ ബി എന്നും എഴുതാം. ഓക്കെ, നമ്മൾ ലെറ്റസ് അസ്യൂം ദാറ്റ് ക്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഡാഷ്. ക്യൂ ഡാഷ് പറഞ്ഞ രണ്ട് ഇൻറ്റീജേഴ്സ് ഉണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലെറ്റസ് ജസ്റ്റ് അസ്യൂം ദാറ്റ് ക്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഡാഷ്. ക്യൂ ഡാഷിനേക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഡാഷ് എന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്തു. ഓക്കെ, ദെൻ വി ഹാവ് എ ഈക്വൽ ടു, നമുക്ക് എന്തറിയാം? എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ ആണ്. ആൻഡ് എ ഈക്വൽ ടു എന്താണ്? ബി ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷും ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഈ രണ്ടിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് ബി ക്യൂ പ്ലസ് ആർ ഈക്വൽ ടു ബി ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷ് എന്ന് എഴുതാം അല്ലേ. ദിസ് ഇംപ്ലൈസ് ഇവിടെ നമുക്ക് ആർ ഡാഷ് മൈനസ് ആർ ഡാഷ് മൈനസ് ആർ, ഈ ആർ ഡാഷ് ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ആർ ഡാഷ് മൈനസ് ആർ ഈക്വൽ ടു ബി ക്യൂ, ഈ ബി ക്യൂ ഡാഷ് ഇങ്ങോട്ട് പോകും, ബി ക്യൂ മൈനസ് ബി ക്യൂ ഡാഷ് എന്ന് കിട്ടും. പിന്നെ ബീനെ പുറത്തേക്ക് എടുത്താൽ
ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആർ ഡാഷ് മൈനസ് ആർ ഈക്വൽ ടു ബി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ആർ ഡാഷ് മൈനസ് ആർ ഈക്വൽ ടു ബി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, നൗ വി ഹാവ് കൺസിഡേർഡ് ക്യൂ ആസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഡാഷ് അല്ലേ. ക്യൂ എന്താണ്? ക്യൂ ഡാഷിനേക്കാളും വലുതാണ്. അപ്പോൾ ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്താവും? ഗ്രേറ്റർ ദാൻ. ഈ ക്യൂ ഡാഷിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ക്യൂ മൈനസ് ക്യൂ ഡാഷ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഈ ഇക്വേഷനിൽ നോക്കൂ, ഇവിടെ ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആൻഡ് വി ഹാവ് ചൂസൺ ബി ആസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ ബിയും എന്താണ്? ബീനെ നമ്മൾ എന്താണ്? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബി എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ക്യൂ മൈനസ് ക്യൂ ഡാഷും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റും എന്താവും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവും അല്ലേ. അതായത് ആർ ഡാഷ് മൈനസ് ആർ എന്താവും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവും. ഇനി നോക്കൂ, വി ഹാവ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി ആണ്. അതേപോലെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ഡാഷ് ലെസ് ദാൻ ബി യു ആണ്. അതായത് ആർ ഡാഷ് ലെസ് ദാൻ ബി ആണ്, ആർ ലെസ് ദാൻ ബി ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ആർ ഡാഷ് മൈനസ് ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ ബി ആവും അല്ലേ. ആർ ഡാഷ് ബിയിനേക്കാളും ചെറുതാണ്, ആറും ബിയിനേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് മൈനസ് ആർ എന്താവും? ലെസ് ദാൻ ബി ആവും. അത് ക്ലിയർ ആവാൻ വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ആർ ഡാഷ് ഈക്വൽ ടു 3 ആൻഡ് ആർ ഈക്വൽ ടു 2 ആൻഡ് ബി നമ്മൾക്ക് എന്തായിട്ട് എടുക്കാം? 6 ആയിട്ട് എടുക്കാം. അപ്പോൾ ആർ ഡാഷ് നോക്കൂ, 3 എന്താണ്? ലെസ് ദാൻ 6 ആണ്. ആർ എന്താണ്? 2 ഈസ് ഓൾസോ ലെസ് ദാൻ 6. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർ ഡാഷ് മൈനസ് ആർ എന്താണ്? 3 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഈ 1 എന്താണ്? ലെസ് ദാൻ 6 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആർ ലെസ് ദാൻ ബി ആണ്, ആർ ഡാഷ് ലെസ് ദാൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് മൈനസ് ആറും ലെസ് ദാൻ ബി ആയിരിക്കും. ഇനി നമ്മൾ എന്താ കൺസിഡർ ചെയ്തിട്ടുള്ളത്? ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഡാഷ് ആണല്ലേ. അതായത് ഒന്നെങ്കിൽ ക്യൂ ഈക്വൽ ടു ക്യൂ ഡാഷ് ആവും, അല്ലെങ്കിൽ ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ് ആവും. നൗ വി ആർ സപ്പോസിങ് ദിസ് കണ്ടീഷൻ, ദാറ്റ് ഈസ് ക്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ്. അങ്ങനെയാണെന്ന് വിചാരിച്ചു. ദെൻ ദിസ് ഇംപ്ലൈസ് ക്യൂ, ഈ രണ്ട് സൈഡിലും ക്യൂ ഡാഷ് സബ്ട്രാക്ട് ചെയ്തു. ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ് മൈനസ് ക്യൂ ഡാഷ് അവിടെ എന്താവും? 0. അപ്പോൾ ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും അല്ലേ. ക്യൂ ഒരു ഇൻറ്റിജർ ആണ്, ക്യൂ ഡാഷും ഒരു ഇൻറ്റിജർ ആണ്. ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ഡാഷിനേക്കാളും വലുതാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു ഇൻറ്റിജർ വാല്യൂ ആവണം. ആൻഡ് ദിസ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0. ഇത് എന്തായാലും 0 ആവില്ല, കാരണം ക്യൂ ഈക്വൽ ടു ക്യൂ ഡാഷ് ആയാലുള്ളൂ ഇത് ഈക്വൽ ടു 0 ആവുക. അപ്പോൾ ഇതെന്തായാലും 0 അല്ല. 0നേക്കാളും വലിയ ഒരു ഇൻറ്റിജർ ആവണം ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ദാറ്റ് ഈ 0 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഇൻറ്റിജർ ഏതാണ്? 1 ആണ്. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ, സോ ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഈ ഇനീക്വാലിറ്റീൻ്റെ രണ്ട് സൈഡിലും ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ബി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് എഴുതാം അല്ലേ. ഇനി ബി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്താണ്? ഇവിടെ നോക്കൂ, വി ഹാവ് ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ ഡാഷ് മൈനസ് ആർ ആണ്. അപ്പോൾ നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഡാഷ് മൈനസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് കിട്ടും. പക്ഷേ ഇതെന്താണ്? ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം എന്താണ്? ആർ ഡാഷ് മൈനസ് ആർ എന്താണ്? ലെസ് ദാൻ ബി ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താണ്? ഇവിടെ ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ് എന്നെടുത്തില്ലേ നമ്മൾ, അതുകൊണ്ടാണ് ഈ ഒരു കോൺട്രഡിക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂ എന്താവില്ല? ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ് ആവില്ല. സോ ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഡാഷ് ആണ്. അതിൽ ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ് എടുത്തപ്പോഴാണ് ഇങ്ങനൊരു കോൺട്രഡിക്ഷൻ വന്നത്. സോ ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ് ആവില്ല. പിന്നെ അവിടെ പറ്റുന്ന പോസിബിലിറ്റി എന്താണ്? ക്യൂ ഈക്വൽ ടു ക്യൂ ഡാഷ് ആവുന്നതാണ്. അതായത് ക്യൂ രണ്ട് ഇൻറ്റിജേഴ്സ് ക്യൂ ഡാഷ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ക്യൂ ഈക്വൽ ടു ക്യൂ ഡാഷ് ആണെന്ന് കിട്ടും. അതിന്ന് ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ആർ ഇസ് ആൾസോ ഈക്വൽ ടു ആർ ഡാഷ്. അതായത് ദ ഇൻറ്റിജേഴ്സ് ക്യൂ ആൻഡ് ആർ യുണീക്ക്. അപ്പോൾ ക്യൂവും ആറും എന്താണ്? യുണീക്ക് ആയിരിക്കും.